تذكر أيام الصبا وهي قد مضت ولم يبق إلا لوعة وتوجه سقى الله أرضا بالمدينة إنها مع الطور حال في خرقها يرقع سقى الله അള്ളാഹു താല കുടിപ്പിച്ചു അർളൻ ഒരു ഭൂമിയെ ബിൽ മദീന മദീന എന്ന ഭൂമിയെ അള്ളാഹു കുടിപ്പിച്ചു. ഒരർത്ഥം സഖല്ലാഹു അർളൻ, ഈ ഭൂമിയെ തന്നെ അള്ളാഹു കുടിപ്പിച്ചു ബിൽ മദീന കാരണമായിട്ട്. നുബുവത്തിന്റെ മഴ, ആ മഴയ്ക്ക് ഇവിടെ ഈ നുബുവത്തിന്റെ മഴ ഭൂമിയിലാകെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഈ നുബുവത്തിന്റെ ഉലും ആസാറും അതിൻ്റെ അസ്റാറും ഈ ഭൂമിയിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മദീന കാരണമായിട്ടല്ലേ. മദീനയിൽ കിടക്കുന്ന വ്യക്തിയാണ് മദീനയോട് ഉദ്ദേശിക്കുന്നത്. ആ ആൾ കാരണമായിട്ടാണ് ഈ ഭൂമിയിൽ അള്ളാഹുത്തല കുടിപ്പിച്ച്. സഖല്ലാഹു അർളൻ, ഭൂമിയെ അള്ളാഹുത്തല വെള്ളം കുടിപ്പിച്ചു, നനപ്പിച്ചു. അതേതും നുബുവത്തിന്റെ ഇൽമ്, അതാണല്ലോ ദാഹം. ഏറ്റവും വലിയ ദാഹം റൂഹിന്റെ ദാഹമാണ്. ഇതൊരു മുറുക്ക് വെള്ളം കുടിച്ചാൽ ചുണ്ടിന്റെ ദാഹം തീരും, എന്തിൻ്റെ ദാഹം തീരൂല. അപ്പൊ യഥാർത്ഥ വെള്ളം എന്നാൽ ഇൽമാണത്, ഹക്കായ ഇൽമ്, അത് നുബുവത്തിന്റെ ഇൽമാണ്. സഖല്ലാഹു അർളൻ, ഈ ഭൂമി അള്ളാഹു തആല കുടിപ്പിച്ചു. ബിൽ മദീന കാരണമായിട്ട്, അത് മദീനയിൽ കിടക്കുന്ന വ്യക്തി കാരണമായിട്ട് മുഹമ്മദ് മുസ്തഫ. പിന്നെ ഇന്നഹാ, തീർച്ചയായും മദീന മഹത്തുരിഹാലിൻ, എല്ലാ ഒട്ടകക്കൂട്ടങ്ങളുടെയും എല്ലാ വാഹനങ്ങളുടെയും സ്റ്റേഷനാണ്. എല്ലാ വാഹനങ്ങളും, നന്മ തേടിപ്പോയ വാഹനങ്ങളെല്ലാം എവിടെയാണ് കൊണ്ടുപോയിടുക? മദീനയെ കൊണ്ടുപോയിടും. മഹത്തുരിഹാലിൻ, എല്ലാ നന്മ തേടിപ്പോകുന്ന വാഹനങ്ങളുടെയും സ്റ്റേഷൻ മദീന. നമ്മളെ അവിടെ എത്തിക്കട്ടെ. മനസ്സറിഞ്ഞാമീ പറയും കുട്ടികളെ, അല്ലാ പഠിച്ചോനെ ഞങ്ങളെ അവിടെ എത്തിക്കണം റബ്ബേ, ഞങ്ങളെ അവിടെ എത്തിക്കണം റബ്ബേ, ഞങ്ങളെ മദീനയിൽ എത്തിക്കണം റബ്ബേ, ഞങ്ങളെ മദീനയിൽ എത്തിക്കണം റബ്ബേ. സഖല്ലാഹു അർളൻ ബിൽ മദീനത്തി ഇന്നഹാ മഹത്തൂരി ഹാലിൻ ഫീഹി ഖർഖിയ യുർഖറു. ഖർഖിയ ഇന്നഹാ കരരസുള്ള വർത്താനായി പറഞ്ഞോ കേട്ടോ. എന്താ സഖല്ലാഹു അല്ലാഹു തആല കുടിപ്പിച്ചു അർളൻ ഭൂമിയെ ബിൽ മദീനക്കാരനായിട്ട്. ഇന്നഹാ, ഈ മദീന എന്നത് മഹത്തുരി ഹാലിൻ, എല്ലാ നന്മ തേടിപ്പോകുന്ന വാഹനങ്ങളുടെയും സ്റ്റേഷനാണ്. ഏത്? മദീന. ഫീഹി, ആ സ്റ്റേഷനിലാണ് ഖർഖിയ യുർഖവും, എന്റെ കീറത്തുണിയെ തുന്നിക്കൂട്ടപ്പെടുക. എൻ്റെ കീറത്തുണിയ അത് അവിടുന്നാണ്. അവിടെയാണ് തുന്നിക്കൂട്ടാളെ നൂല, അവിടെയാണ്. അവിടെ എത്തിയാലാണ് തുന്നിക്കൂട്ട. എൻ്റെ കീറത്തുണിയ ഖർഖി, എൻ്റെ കീറത്തുണി യുർഖവും, അവിടെ വെച്ച് തുന്നിക്കൂട്ടപ്പെടും. സുബ്ഹാനല്ലാഹ്. എൻ്റെ കയ്യിലുള്ള എന്താ? കീറത്തുണി. എൻ്റെ കീറത്തുണി അവിടെ നിന്നാണ് തുന്ന. അവിടെ അതിന് പറ്റിയ നൂലുള്ളൂ. എൻ്റെ കയ്യിലുള്ള ഒറിജിനൽ തുണിയില്ല. എൻ്റെ തുണി എന്താണ്? അത് കീറത്തുണിയാണ്. അത് അവിടെയാണ്. അത് തുന്നാൻ പറ്റിയ നൂല് അവിടെയാണ്. ഖർഖിയ യുർഖഉ, എൻ്റെ കീറത്തുണിയെ അവിടെ തുന്നിക്കൂട്ടപ്പെടും. സുബ്ഹാനല്ലാഹ്. ആ സ്റ്റേഷനിൽ, മദീന എന്ന സ്റ്റേഷനിലാണ് എൻ്റെ കീറത്തുണി തുന്നിക്കൂട്ടപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹ്. പിന്നെ സഖല്ലാഹു അർളൻ ബിൽ മദീനത്തി ഇന്നഹാ മഹത്തൂരി ഹാലിൻ ഫീഹി ഖർഖിയ യുർഖഉ. ഒന്നുകൂടി അർത്ഥം വെച്ചാൽ നല്ല രസമുള്ള അർത്ഥങ്ങളാണ്. നല്ല കാണാതെ പഠിച്ചാൽ കൽബിലങ്ങൾ ഉണ്ടാവും. നമ്മൾക്കും അങ്ങനെ തന്നെയല്ലേ. അവർക്ക് കീറത്തുണി ഉണ്ടെങ്കിൽ നമുക്ക് കീറത്തുണിയില്ല. ഖർഖിയ, എൻ്റെ കീറത്തുണിയെ ഫീഹി, ആ സ്റ്റേഷനിൽ ഖർഖിയ, എൻ്റെ കീറത്തുണിയെ യുർഖഉ, തുന്നിക്കൂട്ടപ്പെടും. സഖല്ലാഹു അർളൻ, അല്ലാഹു തആല കുടിപ്പിച്ചു, വെള്ളം കുടിപ്പിച്ചു, നനപ്പിച്ചു അർളൻ, ഒരു ഭൂമിയെ ബിൽ മദീന കാരണമായിട്ട്. ഇന്നഹാ, തീർച്ചയായും ആ മദീന മഹത്തുരി ഹാലിൻ, നന്മ തേടിപ്പോകുന്ന എല്ലാ വാഹനങ്ങളുടെയും സ്റ്റേഷനാണ്. ഫീഹി, ആ സ്റ്റേഷനിലാണ് ഖർഖിയ, എൻ്റെ കീറത്തുണിയെ യുർഖഉ, തുന്നിക്കൂട്ടപ്പെടുക. പിന്നെ ദിയാറു ഹബീബില്ലാഹി വഹുവ അമീനുഹു ദിയാറും ബിഹാതുൽ ഫൽ മറാഫീഖ് അജ്മഉ എന്ന്. ദിയാറു ഹബീബില്ല, ആ സ്റ്റേഷൻ എന്നാൽ ഹബീബുൻ്റെ അള്ളാനെയും ആ നബിയെയും സ്നേഹിച്ച വീടുകളുടെ ഏരിയയാണിത്. മദീന എന്ന് പറഞ്ഞാൽ ആ വീടുകളെ ഖുർആൻ പ്രശംസിച്ചിട്ടുണ്ട്. വല്ലദീന തബവ്വഉ ഉദ്ദാറ വൽ ഈമാൻ, ആ വീടിനെ, ആ മദീനത്തെ വീടിനെ റസൂൽ അള്ളാഹിനെ പരിശുദ്ധ ഖുർആൻ പ്രശംസിച്ചിട്ടുണ്ട്. ആ നബിയെ കാത്തിരുന്ന വീടുകളാണ്. ദിയാറു ഹബീബില്ല, അള്ളാഹിൻ്റെ ഹബീബിന് വേണ്ടി ഒരുക്കിയ വീടുകളാണ്. ഒരു നിലക്ക് അങ്ങോട്ട് പോയാൽ തുബായ് രാജാവ് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ വീട് വെച്ചു കൊടുത്തു. തുബായ് രാജാവ് 1000 കൊല്ലം മുമ്പ് വീടുകൾ വെച്ചു കൊടുത്തു. എന്തിന്? ഈ അദാസ്ത മഹത്തുരി ഹാലിൻ, നന്മ തേടി പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും
സ്റ്റേഷനാക്കി അവിടെ വീട് വെച്ചെടുത്തത് ദുബായ് രാജാവ. 1000 കൊല്ലം മുമ്പ്, നബി ജനിക്കുന്നതിന് മുമ്പ്, നബിയെ സ്വീകരിക്കാൻ വേണ്ടി 1000 കൊല്ലം മുമ്പ് അവിടെ അനവധി 100 കണക്കിന് വീട് വെച്ചു കൊടുത്തു. ആര്? ദുബായ് രാജാവ്. തിരിഞ്ഞുപോലെ തിരിയും, അല്ലാത്തവൻ ഇങ്ങനെ പായും. റസൂലുള്ളാഹിയെ നിസ്സാരപ്പെടുത്തി പായും. എന്നെ കൽബിൻ്റെ ഉള്ളിൽ എന്തിനാ മങ്കൂസ് മൗലൂദ്? മങ്കൂസ് മൗലൂദ് ഖുർആൻ ഉപകരിക്കാൻ എങ്ങായി വിഡ്ഢികൾ പറയുന്നത് മങ്കൂസ് മൗലൂദ് ഖുർആൻ അതല്ലല്ലേ? എടാ, ഖുർആൻ ഉപകരിക്കണമെങ്കിൽ ഇത് ഓതണം. മങ്കൂസിന് ഉദാഹരണമാണ്, ഷറഫലാമ ഉദാഹരണമാണ്. ഇനി അതൊന്നുമല്ല, കൂട്ടം കൂടിയിരുന്ന റസൂലുള്ളാഹിനെ മാത്രം പറയാം, അതും മങ്കൂസ് മൗലൂദ് തന്നെയല്ലേ? അതെന്തിനാണ്? ആ ഖുർആൻ നമുക്ക് ഉപകരിക്കാൻ. ഇല്ലെങ്കിലോ യുളില്ലു ബിഹി കസീറൻ, പലരും ഖുർആനോട് പയച്ചു. പിന്നെ എന്താണ് അത്? അങ്ങ് ഓതി കൊടുക്കണം. യത്ലു അലൈഹിം ആയാതി. ഖുർആൻ നബി എന്ന സ്റ്റേഷനിലൂടെ വരണം. നബി എന്ന സ്റ്റേഷനിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഖുർആൻ മൻഫഅത്തല്ല, അത് മളറത്താണ്. മനസ്സിലായില്ല? യുളില്ലു ബിഹി കസീറൻ. അവർക്ക് ഖുർആൻ നബിയിലൂടെ വന്നില്ല. എന്തേ? അവർ നബിയെ പരിഗണിച്ചില്ല. നബിയുടെ വായിലൂടെ വന്ന ഖുർആനല്ലേ അവരും കേട്ട്, പക്ഷെ നബി അവർ പരിഗണിച്ചില്ല. അപ്പൊ യുളില്ലു ബിഹി കസീറൻ. പല ആളുകൾക്കും അത് പേക്ക കാരണമായി. എന്തേ? അവരാരെ പരിഗണിച്ചില്ല? റസൂലുള്ളാഹിനെ. എന്തിനാ മൗലിദ് ഓതി? ഖുർആൻ ഉപകരിക്കാനാണ്. എന്തിനാ മൗലിദ് ഓതി? നിസ്കാരം ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ നമ്മൾ തറാവീഹ് നബി സ്വലാത്തിലാണ്? ഖുർആൻ തറാവീഹ് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്, നിസ്കാരം ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ മങ്കൂസ് മൗലിദ് ദായിമായി ചൊല്ലിയിരുന്നു എൻ്റെ വല്യാപ്പയും മാപ്പയും ഒക്കെ. എന്തേ? ഒരു കാര്യമായി അമൽ ചെയ്യുന്നത് മങ്കൂസ് മൗലിദാണ്. എന്നിട്ടാ പള്ളിയിൽ പോകുക. അതായത് തറാവീഹ് മഗ്‌രിബ് നിസ്കരിച്ച് പെരിയിൽ വന്നിട്ട് മങ്കൂസ് മൗലിദ് ഓതും. ഇനി നേരം കിട്ടിയില്ലെങ്കിൽ രാത്രി തിരിച്ചു വന്നിട്ട് മങ്കൂസ് മൗലിദ് ഓതിയിട്ട് കിടക്കും. ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാ, റമളാൻ മാസത്തിൽ പ്രത്യേകിച്ചും എല്ലാ ദിവസവും. കാരണം ഇതൊക്കെ ആരിൽ നിന്ന് കിട്ടിയതാണ്? സുൽത്താനെ പറയാതെ ഓർക്കാതെ അത് ഉപകരിക്കൂല. അതന്നെ. മാഷാ അല്ലാഹ്. ദിയാറു ഹബീബില്ലാഹി വഹുവ അമീനുഹു ദിയാറും ബിഹാത്തുൽ ഫൽ മറാഫീഖു അജ്മഉ. എന്ന് ദിയാറു ഹബീബില്ലാ, അവിടെയുള്ളത് ഹബീബുല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി ഒരുക്കി വെച്ച വീടുകളാണ്. വഹുവ, ആ ഹബീബുള്ളയാകട്ടെ, അമീനുഹു, അള്ളാഹിന്റെ സെക്രട്ടറിയാണ്. അമീനുൽ ആം, ജനറൽ സെക്രട്ടറി. അമീൻ, സെക്രട്ടറി, വിശ്വസ്തൻ. ഒരു കൂട്ടത്തിലെ സെക്രട്ടറി ആക്കൽ ആരാണ്? ആ കൂട്ടത്തിലെ ഏറ്റവും വിശ്വസ്തന് അള്ളാഹിന്റെ സെക്രട്ടറിയാണ് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അള്ളാഹിനോട് ഒരാൾക്ക് പറയാം. ഒരു മന്ത്രി ഉണ്ടെങ്കിൽ മന്ത്രിനോട് പറയാനുള്ളത് ആരോടാ അറിയാം? സെക്രട്ടറിനോട് പറയും. കാര്യങ്ങളൊക്കെ സെക്രട്ടറി നടപ്പിലാക്കി കൊടുക്കുക. എന്നതുപോലെ അള്ളാഹിനോട് പറയാനുള്ളതൊക്കെ ആരോടാ പറയാം? സുബ്ഹാനോട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ എന്ത് ഇൻഷാ അല്ലാഹ് മറ്റേ എന്ത് റമളാനുൽ മുഹമ്മദിയ്യ ഇൻഷാ അല്ലാഹ് വരും. ഇക്കൊല്ലുണ്ട് റമളാനുൽ മുഹമ്മദിയ്യ. പിന്നെ ദിയാറു ഹബീബില്ലാഹി വഹുവ അമീനുഹു ദിയാറും ബിഹാത്തുൽ ഫൽ മറാഫീഖു അജ്മഉ. ദിയാറുൻ, ആ വീടുകൾ വല്ലാത്ത വീടുകളാണ്. ബിഹാ, ആ വീടുകളിലാണ് തുൽഫ കണ്ടെത്തപ്പെടുന്നത്. അൽ മറാഫിഖു, എല്ലാ കൃപകളെയും എല്ലാ ഇണക്കബന്ധങ്ങളെയും അജ്മഉ, അടങ്കലും. എല്ലാ കൃപ, എല്ലാ കൂട്ടിപ്പിടുത്തം, എല്ലാവരും കൂട്ടിപ്പിടുക്കൽ മദീനയിലാണ്. മദീന എല്ലാവരും കൂട്ടിപ്പിടുക്കുന്ന നാടാണ്. എല്ലാ മറാഫിഖ്, എല്ലാ റിഫ്ഖുകൾ, എല്ലാ കൃപകൾ, എല്ലാ കൂട്ടിപ്പിടുത്തങ്ങൾ, എല്ലാ ഇണക്കബന്ധങ്ങൾ, അതടങ്കലും എവിടെയാണുള്ളത്? മദീനയിലാണ്. ദിയാറു ഹബീബില്ലാഹി വഹുവ അമീനുഹു ദിയാറും ബിഹാത്തുൽ ഫാത്തുൽഫ, അവിടെ എത്തിക്കപ്പെടും. ആ വീടുകളിൽ എത്തിക്കപ്പെടും. അൽ മറാഫിഖു അജ്മഉ, എല്ലാ ഇണക്കബന്ധങ്ങളെയും അവിടെയാണ് എത്തിക്കപ്പെടുക. ദിയാറുൽ ലിമൻ ഹാമൽ ഫുആദു ബിഹുബ്ബിഹി വതദ്കാറുഹു ലിൽ ഖൽബി മർആ വമർതഉ. എന്ന് ദിയാറുൻ, അത് വല്ലാത്ത വീടുകളാണ്. ലിമൻ, ഒരാൾക്കുള്ള വീടുകളാണ്. ഹാമൽ ഫുആദു, എല്ലാ ഹൃദയങ്ങളും ദാഹം തീരാതെ തിളച്ചത് ബിഹുബ്ബിഹി, ആ ആളോടുള്ള പ്രേമം കൊണ്ടാണ്. ദാഹം തീരാതെ തിളക്കുക. പിന്നെയും ചൂട്. നമ്മൾ റേഡിയേറ്ററിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ വെള്ളം മതിയായ അവിടെ പിന്നെ പുക വരില്ല. വെള്ളം മതിയായിട്ടില്ലെങ്കിൽ അങ്ങനെ പിന്നെയും വെള്ളം അങ്ങനെ പാർന്നു കൊടുക്കേണ്ടി വരും. വെള്ളത്തിൻ്റെ അടുത്ത് തിളച്ച് അവിടെയാണ്. മനസ്സിലായില്ലേ? അവിടെ എന്ത് അതിനെ റേഡിയേറ്റർ തണുത്താൽ പിന്നെ ചൂട് വരില്ല. ഇത് തണുക്കൂല. ഒരു ഹൃദയവും നബിയുടെ കാര്യത്തിൽ തണുക്കൂല. ഹാമൽ ഫുആദു, എല്ലാ ഹൃദയവും
പ്രേമം ബിഹുബ്ബിഹി, ആ പ്രേമം കൊണ്ടാണ് തിളച്ചത്. അങ്ങനെ മുന്നോട്ട് വന്നു. നിൽക്കും വേണം, തീർന്നില്ല, കുറച്ചും കൂടി വേണം. നബിയെ പറ്റി കുറച്ചും കൂടി കേൾക്കണം. യഥാർത്ഥ ഹൃദയങ്ങൾ ആ നബിയെ കൊണ്ടാണ്, ആ നബിയുടെ പ്രേമം കൊണ്ടാണ് ദാഹം തീരാതെയായിട്ട്. പിന്നെ ദാഹം തീരാതെയായി ഹൃദയത്തിന് ബിഹുബ്ബിഹി, ആ നബിയോടുള്ള പ്രേമം കൊണ്ട് ഹൃദയത്തിന് ദാഹം തീരാതെയായി. ആ നബിയെ കുറിച്ചുള്ള സ്മരണകളും ഓർമ്മകളുമാകട്ടെ ലിൽ ഖൽബി, ഹൃദയത്തിന് ഒരു മേച്ചിൽപ്പുറമാണ്, മർത്തവും ഒരു ആസ്വാദന സ്ഥലവുമാണ്. ഹൃദയത്തിന് നബിയെ പറ്റിയുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരു മേച്ചിൽപ്പുറ. ഏതൊരു നല്ല ഹൃദയവും എതിലെയാണ് മെയ്യ? തെതുക്കാറു മുഹമ്മദ് മുസ്തഫാനെ പറ്റിയുള്ള ഓർമ്മയില്ല. ആ ഹൃദയം നല്ല ഹൃദയമായിരിക്കും. ഇരുന്നാൽ റസൂലുള്ളാഹിന്റെ ഓർമ്മ വന്നാൽ നല്ല ഹൃദയം. ലോകത്തെ നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അവിടെ പിന്നെ ഒരു അങ്ങനെ മേയും, ഇവിടെ അങ്ങനെ മേയും, അവിടെ മേഞ്ഞാലും മേഞ്ഞാലും തീരൂല. അല്ലാ എന്ന് ഹബീബില്ലാഹി ലിമൻ ഹാമൽ ഫുആദു ബിഹുബ്ബിഹി വതദ്കാറുഹു ലിൽ ഖൽബി മർആ വമർതഉ. നബിയെ കുറിച്ചുള്ള ഓർമ്മകൾ, സ്മരണകൾ ലിൽ ഖൽബി, ഹൃദയത്തിന് മേച്ചിൽപ്പുറവുമാണ്, മർതഉ ആസ്വാദന സ്ഥലവുമാണ്. ദിയാറുൽ ലിൽ ഖൽഖി ഖുൽഖൻ വഖിൽഖതൻ ദിയാറുൽ ലിമൻ ഫിൽ ഖൽഖി യുതി വയംനഉ. ദിയാറുൽ ആ മദീനയിലെ വീടുകൾ ലിഅലൽ ഖൽഖി, അലൽ ഖൽഖിന് വേണ്ടി ഒരുക്കി വെച്ച വീടുകളാ മദീനയിലെ വീടുകൾ. സൃഷ്ടികളിൽ ഏറ്റവും മേലെയായ ആൾ. എന്തിനാൽ? ഖുൽഖൻ വഖിൽഖതൻ, സ്വഭാവത്താലും സൃഷ്ടിപ്പിനാലും. അതിനേക്കാൾ നല്ലൊരു സ്വഭാവം ഒരാൾക്കുണ്ടായിട്ടില്ല, അതിനേക്കാൾ നല്ലൊരു ചൊറുക്കും ഒരാൾക്കുണ്ടായിട്ടില്ല. ദിയാറുൽ മദീനയിലെ വീടുകൾ ചില പ്രത്യേക വീടുകളാണ്. ലിഅലൽ ഖൽഖി, സൃഷ്ടികളിൽ ഏറ്റവും ഉയർന്ന ആൾക്ക് വേണ്ടി ഒരുക്കി വെച്ച വീടുകളാണ്. എന്തിനാൽ ഉയർന്നു? ഖുൽഖൻ, സ്വഭാവത്താലും വഖിൽഖതൻ, സൃഷ്ടിപ്പിനാലും ഉയർന്ന വ്യക്തിയാണ് വ്യക്തി. ദിയാറുൽ, ആ മദീനയിലെ വീടുകൾ ചില വീടുകളാണ് ലിമൻ, ഒരാൾക്കുള്ള ഫിൽ ഖൽഖി, സൃഷ്ടികളിൽ യുതി വയംനഉ, സൃഷ്ടികളിൽ ആ ആളാണ് കൊടുക്കുക, ആ ആളാണ് കൊടുക്കാതിരിക്കുക. അപ്പൊ ആരോട് ചോദിച്ചോ? സമ്മതിച്ചോ? കൊടുക്കാനും കൊടുക്കാതിരിക്കാൻ നബിക്ക് അറിയാറ്. നബി കൊടുക്കേണ്ട അള്ളാഹ് കൊടുക്കൂല. നബി പറയണം, അപ്പോൾ അള്ളാഹ് കൊടുക്കുള്ളൂ. സെക്രട്ടറി പറഞ്ഞാലേ മന്ത്രി കിട്ടുള്ളൂ. സെക്രട്ടറിനെ പരിഗണിച്ചോ? സെക്രട്ടറി കൈക്കൂലി കൊടുത്തോ? സെക്രട്ടറിയുടെ കൈക്കൂലി പറഞ്ഞാൽ മദ്ഹ. മനസ്സിലാവണില്ലേ? നമ്മൾ മന്ത്രിനെ ഇപ്പം നമുക്ക് കിട്ടുന്ന മന്ത്രിക്ക് കഴിഞ്ഞ് സെക്രട്ടറി കൈമട കൊടുക്കും. പിന്നെ നമ്മളിപ്പം ഒരു മെമ്മോറാണ്ടം കൊടുത്ത്, ഇതിലിപ്പോൾ ഒരു ശമ്പളം മാത്രമാണ് സെക്രട്ടറിക്ക് ഉണ്ടാക്കുക. പിന്നെ സെക്രട്ടറിക്ക് ഉണ്ടാക്കണം ഈ കൈമടക്കാം. എന്ത് മറ്റേ പാലത്തിൻ്റെ റോഡിൻ്റെ അതിൻ്റെയൊക്കെ വന്ന് വളവും കാര്യമൊക്കെ കൊണ്ടു തന്നു. നമ്മളെ പാലം പ്രത്യേകം പരിഗണിക്കണേ എന്ന് നമ്മൾ ആളുകൾ തോണിയിൽ നിന്ന് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. തോണി പ്രസവിച്ചു, അങ്ങനെ കഷ്ടപ്പാടാണ്, നമ്മൾ പരിഗണിക്കണേ. അപ്പോൾ നോക്കട്ടെ, വേറെയും കുറേ ആളുകൾ ഇങ്ങനെ തന്നവരുണ്ട് അറിയും സെക്രട്ടറി. അപ്പോൾ എന്ത് ചെയ്യും? ഒരാൾ മെല്ലെ മേസനടിയിൽ ആയിക്കോട്ടെ, ഞാൻ നോക്കാം, പ്രത്യേകിച്ച് ഞാൻ പരിഗണിക്കാൻ നോക്കട്ടെ. പിറ്റേന്ന് പിന്നെ അങ്ങോട്ട് തന്നെ വിളിക്കും. അറിയാം കൊടുത്തു, അത് അടുത്ത ആഴ്ച ടെൻഡർ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ കൈക്കൂലി കൊടുത്തോ? ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി. നബിക്ക് എൻ്റെ സ്വലാത്തിൻ്റെ ആവശ്യമില്ല. ഇത് കാരണം അള്ളാഹ് നേരിട്ട് തന്നെ ഭയങ്കര ശമ്പളം കൊടുക്കുന്ന സെക്രട്ടറിയാണ്. ഏറ്റവും വലിയ ശമ്പളം അള്ളാഹ് കൊടുക്കുക. പക്ഷേ ജിന്തി ഇന്നല്ലാഹു മലായിക, അയാൾക്ക് എൻ്റെ പൈസൻ്റെ ആവശ്യമില്ല. പക്ഷേ രാമനും നിങ്ങൾ കൈമടക്ക് കൊടുത്തോളി, മുഅ്മിനീങ്ങളെ ഇമാമാണെങ്കിൽ. അതതിൻ്റെ അർത്ഥം. നബിക്കൻ്റെ ആവശ്യമില്ല. കാരണം നബിക്ക് സലാത്ത് ആലിയല്ലുണ്ട്. അള്ളാഹ് സലാത്തിനാണോ പിന്നെ ഈ 1.5 ഫൂട്ടുള്ള എൻ്റെ സലാത്താണോ? ഇച്ചി തൊള്ളോണ്ട് ഒരു തൊള്ളോണ്ട് നല്ല പറഞ്ഞാൽ അടുത്തുള്ളോണ്ട് മെടുക്കുക. എക്കേന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത് ചമക്കേന്ന് പറയും. അങ്ങനെ എൻ്റെ സലാത്ത് ആർക്കട വേണ്ട. പിന്നെ പ്രത്യേകിച്ച് ആരാണ് ഇയാൾ? ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൈഹി. അള്ളേന്ന് മലക്കൾ സലാത്തില്ല. അള്ളാഹ് അല്ലേ സൃഷ്ടികളുണ്ടോ? ആ സൃഷ്ടികൾ ദാഹമായാലും ജുനൂദ റബ്ബിക ഇല്ലാവു, എണ്ണ കണക്കാക്കാൻ കഴിയാത്ത പട്ടാളാണ് സ്വലാത്തിലുണ്ട്. പിന്നെ എന്തിനു കൊടുക്കാൻ നോക്കി അങ്ങായി. ഇന്ന യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി, ഇതിന് കൊടുത്തളാം. അപ്പോൾ യുതീവയംനഉ, ഈ ആളാണ് കൊടുക്കലും ഈ ആളാണ് തടയലും. ഈ ആൾ അള്ളാഹിൻ്റെ ഓഫീസിലേക്ക് പോകുന്ന കടലാസിൽ ഇയാളൊരു വര വരച്ചോ, പിന്നെ അതൊന്നും വാസാവില്ല.
കൊടുക്കലും ഇയാൾ തന്നെയാണ്, തടയലും ഇയാൾ തന്നെയാണ്. അപ്പൊ ഇയാളെ തൃപ്തിപ്പെടുത്തിക്കും. മന്ത്രിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സെക്രട്ടറി ശരിയിട്ടാണ്ട് അതിൻ്റെ അടിയിൽ ഒപ്പിട്ടിക്കണമെങ്കിൽ മന്ത്രി ടെൻഡർ ഇടും. മനസ്സിലായി പറഞ്ഞത്? അള്ളാഹു തആല അങ്ങനത്തെ ഒരു സെക്രട്ടറിയെ പറഞ്ഞയച്ച ഭൂമിയിലേക്ക്. അതാണ് ആര്? മുഹമ്മദ് മുസ്തഫ. കൊടുക്കലും തടയലൊക്കെ ഈ മുഹമ്മദ് മുസ്തഫയാണ്. അപ്പൊ ആരെ തൃപ്തിപ്പെടുത്തിക്കോ? സുൽത്താൻ. എന്താ അതിൻ്റെ അർത്ഥം? ദിയാറും മദീനയിലെ വീടുകൾ ദിയാറും ചില വീടുകളാണ്. സൃഷ്ടികളിൽ ഏറ്റവും മികവുള്ള ആൾക്ക് വേണ്ടി ഒരുക്കി വെച്ച വീടുകളാണത്. എന്തിനാൽ മികവ്? ഖുലുഖൻ, സ്വഭാവത്താലും, ഖിൽഖത്തൻ, സൃഷ്ടിപ്പിനാലും. ദിയാറുൻ, മദീനയിലെ വീടുകൾ ചില വീടുകളാണ്. ലിമൻ, ഒരാൾക്ക് വേണ്ടി ഒരുക്കി വെച്ച, ഫിൽ ഖൽഖ്, സൃഷ്ടികളിൽ ഒരാൾക്ക് വേണ്ടി ഒരുക്കി വെച്ച വീടുകളാണ് മദീനയിലെ വീടുകൾ. ആ സൃഷ്ടി ആരാണ്? മന്നാരാ? ആ വ്യക്തി ആരാണ്? ലിമൻ ഫിൽ ഖൽഖ്, സൃഷ്ടികളിലുള്ള ഒരു മന്നിന്, ഒരു വ്യക്തിക്ക് വേണ്ടി ഒരുക്കി വെച്ച വീടുകളാണ്. ആ വ്യക്തി ആരാ? യുഅ്തി, ആ ആളാണ് കൊടുക്കലും. വയംനഉ, ആ ആൾ തന്നെയാണ് തടയലും. അള്ളാഹുവോട് ശരിട്ടാ കിട്ടി, നബി ശരിട്ടാൽ കിട്ടി, നബി തെറ്റിട്ടാ പോയി. അതുകൊണ്ട് ആരെ തൃപ്തിപ്പെടുത്ത്? ഞാൻ റമദാൻ മുഹമ്മദിയെ പറയുമ്പോൾ ഒരു പക്ഷേ ഇതിലേക്ക് കയറി വരുന്ന ഒരു വിഷയമുണ്ട്. അവിടെ പറഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനിയായ വ്യക്തിയുമാണ് ഇയാള്. നഫ്സൻ, നഫ്സിനാലും, വസീറൻ, ബന്ധത്തിനാലും, വനിസ്ബത്തൻ, തറവാടിനാലും. നല്ലൊരേടോ ബന്ധപ്പെട്ടിട്ടുള്ളൂ. നല്ലൊരുക്കാണ് മകളെ, ഏറ്റവും നല്ല ആൾക്കാണ് മകളെ കെട്ടിച്ചു കൊടുത്ത്. നല്ല തറവാട് അവരുടെ തറവാടാണ്. ഇന്നും ലോകത്തെ ഏറ്റവും വലിയ തറവാട് അഹ്ലുൽ ബൈത്തുൻ നബിയിൽ മുസ്തഫ നബിയുടെ തറവാടാണ്. അതിനേക്കാൾ മേലെ തറവാട് ഈ ഭൂലോകത്തില്ല. വാക്രാമിഹിം നഫ്സൻ വസിഹ്റൻ വനിസ്ബതൻ വഇൽമൻ വഅദാബൻ വഅത്ഖാ വഅഖ്ശഉ. വാക്രമീൻ, സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനിയായ മഹാനാണ് ആ മാൻ. നഫ്സൻ, നഫ്സിനാൽ, സ്വന്തം നഫ്സിനാൽ ഏറ്റവും ബഹുമാനിയാണ്. വസിഹ്റൻ, ബന്ധത്തിനാലും, വനിസ്ബതൻ, തറവാട്ടിനാലും, വഇൽമൻ, ഇൽമിനാലും, വഅദാബൻ, ആദാബിനാലും, വഅത്ഖാ, ഏറ്റവും മുത്തഖയായ ആളുമാണ് ഈ വ്യക്തി. വഅഖ്ശഉ, ഏറ്റവും പടച്ചവനെ പേടിയുള്ള ആളുമാണ് ഈ വ്യക്തി. വാക്രാമിഹിം നഫ്സൻ വസിഹ്റൻ വനിസ്ബതൻ വഇൽമൻ വഅദാബൻ വഅത്ഖാ വഅഖ്ശഉ ഫഖദ് കാന ഖൈറുൽ ഖൽഖി ഫഖ്മൻ മുഫഖ്ഖമാ വദു ഹൈബത്തിൻ വൽ മശ്യു ഫീഹി തഖല്ലഉ. ഫഖദ് കാന ഖൈറുൽ ഖൽഖി, ആ ആളായിരുന്നു, ആ ഖൈറുൽ ഖൽഖായിരുന്നു. ഫഖ്മൻ, മുഖഫഖ്മൻ, ബഹുമാനിയും, ഫഖ്മാണ്, അതായത് ബഹുമാനിക്കപ്പെട്ട ആളുമാണ്, ബഹുമാനിക്കപ്പെടേണ്ട ആളുമാണ്. ഫഖ്മൻ മുഫഖ്ഖമാ, ഫഖ്മൻ മുഖഫമ, സ്വയം മഹാനാണ്. പിന്നെയോ മഹത്വപ്പെടുത്തപ്പെട്ട ആളുമാണ്. അതായത് ഫഹ്മൻ, സ്വയം ആ ആൾ മഹാനാണ്. മുഫഖമൻ, എല്ലാ ഹൃദയങ്ങളിലും ആ മനുഷ്യന് മഹാനാണെന്ന് മുദ്രയടിക്കപ്പെട്ട വ്യക്തിയാണ്. നല്ല ഹൃദയങ്ങൾക്കൊക്കെ എന്ത് മുദ്ര ഉണ്ടാവും? മുഹമ്മദാണ് മഹാൻ എന്നുണ്ടാവും. അപ്പോൾ ഈ ഫഹ്മ്, മുഫഖം, ഫഹ്മ പറഞ്ഞാൽ ഈ വ്യക്തി സ്വയം മഹാനാണ്. മുഫഖം, ഓരോ നല്ല ഹൃദയത്തിലും ഈ നബി മഹാനാണെന്ന് മുദ്രയടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ ഹൃദയത്തിൽ നബി മഹാനാണെന്ന് മുദ്രയടിച്ചിട്ടുണ്ടോ? നമ്മൾ നല്ലവനായിരിക്കും. നല്ലവനാണെങ്കിൽ നമ്മളെ ഹൃദയത്തിൽ എന്തുണ്ടാവും? നബി മഹാനാണെന്ന് മുദ്ര ഉണ്ടാവും. ഫഹ്മൻ, സ്വയം മഹാനാണ്. മുഫഖമൻ, മഹത്വപ്പെടുത്തപ്പെട്ട ആളുമാണ്. അതായത് ഹൃദയങ്ങളിൽ മുഴുവനും ഈ നബി മഹത്വപ്പെട്ടതാണ്. നബി സ്വയമോ മഹാനുമാണ്. ഫഹ്മൻ, സ്വയം മഹാനാണ്. മുഫഖൻ, ഹൃദയങ്ങളിലെല്ലാം മഹത്വപ്പെടുത്തപ്പെട്ട വ്യക്തിയും. പിന്നെ ഈ ഖൈറുൽ ഖൽഖായ റസൂൽ ആയിരുന്നു, ആണ്. ഫഹ്മൻ, സ്വയം മഹാനാണ്. മുഫഖമൻ, മഹാനാണെന്ന് മുദ്രയടിക്കപ്പെട്ട ഹൃദയേന്ദ്രങ്ങളിൽ, അന്തരാളങ്ങളിൽ മഹാനാണെന്ന് മുദ്രയടിക്കപ്പെട്ട വ്യക്തിയുമാണ്. പിന്നെ ഹൈബത്തുള്ള ആളാണ്. നോക്കിയ രണ്ടാമത്തെ വട്ടം നോക്കൂല, പേടിച്ചിട്ട്. വിവജിഹി റസൂലില്ല, ഞാൻ കണ്ണ് നിറച്ച റസൂലുള്ളാഹിനെ ജിലാലിനോ തഅളീമ മാത്രം കൊണ്ട് നോക്കാൻ കഴിയില്ല. അനസ് പറയാണ്,
ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല 10 കൊല്ലം രാവും പകലും ഒപ്പം നടന്നിട്ട് ഞാൻ നബിൻ്റെ മുഖത്തേക്ക് ശരിക്കും നോക്കാൻ കഴിയൂല. ഒരു വ്യക്തി അങ്ങനത്തെ ഒരു ഹൈബത്തുള്ള വ്യക്തിയെ എന്തിനു കഴിയില്ല? നോക്കാൻ കഴിയില്ല. ഭയങ്കര. ഈ ലോകത്തെ ഏറ്റവും മനുഷ്യൻ്റെ മുഖത്തിനാണ് പേടി. ആ വ്യക്തി മഹാനാണെങ്കിൽ നോക്കാൻ കഴിയില്ല. മാ മലഅതു ഐനയ്യ ബിൻ വജ്ഹി റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ മുഖം കൊണ്ട് ഞാൻ എൻ്റെ കണ്ണ് നിറച്ചിട്ടില്ല. ഇജ്ലാലൻ വ തഅലീമാ, ഇജ്ലാല് അതായത് അങ്ങനത്തെ ജലാലിയത്താണ്, അങ്ങനത്തെ മഹത്വമാണ്, നോക്കാൻ കഴിയില്ല. അതിനാണെങ്കിൽ സിദ്ദീഖുൽ അക്ബറിനാണ്. ആ സിദ്ദീഖുൽ അക്ബറിന്റെ കണ്ണുകൊണ്ടേ നബി നോക്കാൻ കഴിയുള്ളൂ, വേറൊരിക്കലും കഴിയൂല. അങ്ങനത്തെ ആളാണ് മുഹമ്മദ് മുസ്തഫ. ഇത് ഹൈബത്തിന് ഭയങ്കരം ഹൈബത്ത്, ഒരു ഗാംഭീര്യത. ആരെയും അടിച്ചിട്ടല്ല, ഇല്ല റഹ്മത്തുള്ളതാണ്, പക്ഷെ മൊത്തം നോക്കാൻ കഴിയില്ല. ഹൈബത്തുള്ള ആളാണ്. വധു ഹൈബത്തിൻ വൽ മശ്യു, ആ നടത്തം ഫീഹി, ആ മദീന എന്ന സ്റ്റേഷനിലാണ് തഖല്ലുഉ, പറിച്ച് നടന്നിരുന്നത്. ആ മദീനയിലൂടെയാണല്ലോ ആ കാൽപാദം പതിഞ്ഞിരുന്നത്. ആ മദീനയിലെ വീടുകൾക്കിടയിലൂടെയാണല്ലോ ആ പുണ്യ റസൂൽ കാൽ പറിച്ച് നടന്നിരുന്നത് എന്നൊക്കെ. തഖല്ലുഉ എന്നാണ്, അങ്ങനെയാണ് ഒരു കാല് പറിച്ച് നടത്തം. അവിടെ വൽ മശ്യു ഫീഹി തഖല്ലുഉ, അവിടെ റസൂലുള്ളാഹിന്റെ കാല് പറിച്ച് നടന്ന് നീങ്ങിയിരുന്നത് ആ മദീന എന്ന സ്റ്റേഷനിലാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് കരച്ചിൽ വരും. എൻ്റെ കരച്ചിലിൻ്റെ കാരണമാണ് ഈ പറഞ്ഞൊക്കെ. ഫഖദ് കാന ഖൈറുൽ ഖൽഖി ഫഖ്മൻ മുഫഖമാ, മനസ്സിലായില്ലേ? പിന്നെ വദു ഹൈബത്തിൻ വൽ മശ്യു ഫീഹി തഖല്ലുഉ. ഫഖദ് കാന ഖൈറുൽ ഖൽഖായ ഹബീബായ നബി ഫഖ്മൻ, സ്വയം മഹാനാണ്, മുഫഖമൻ, ഹൃദയാന്തരാളങ്ങളിൽ മഹാൻ എന്ന് മുദ്രയടിക്കപ്പെട്ട വ്യക്തിയുമാണ്. ഒരു ഹൈബത്തിൽ വലിയ ഗാംഭീര്യതയുള്ള ആളാണ്. വൽ മശ്യു, നടത്തം, ആ നബിയുടെ നടത്തം, ഫീഹി, ആ മദീനയിൽ, തഖല്ലുഉ, ഇങ്ങനെ കാല് ഉയർത്തി താഴ്ത്തി അങ്ങനെ അതിലാണ് കാല് പറിച്ച് നടന്നിരുന്നത്. ആ സ്റ്റേഷനിലാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് എനിക്ക് ആ മദീനയെ എത്രയേറെ ഇഷ്ടമായത്. അതുകൊണ്ടാണ് മദീനയെന്ന് ഒരു ഇടിവാള് മിന്നുമ്പോഴത്തേന് മദീനയുടെ ഭാഗത്ത് വരുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നത്. മദീനയെ ഓർത്തു പോകും, മദീനയിലെ വീടുകളെ ഓർത്തു പോകും. മദീനയിലെ വീടുകൾ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ദുബായ് രാജാവ് കെട്ടിക്കൊടുത്ത വീടുകൾ, അത് അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി ഒരുക്കി വെച്ച വീടുകളാണ്. അതൊക്കെ എൻ്റെ മനസ്സിൽ വരും. എനിക്ക് വേദനയുള്ള കുട്ടിക്കാലം, റസൂലുള്ളാഹിനെ പഠിച്ച കാലം, പിന്നെ പാഠങ്ങളൊക്കെ കഴിഞ്ഞു, പക്ഷേ വേദന പോയില്ല. ഇതൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നബി കയറിയാൽ പിന്നെ വേദന പോകുകയില്ല, എന്നോ വേദന ഉണ്ടാവും. എൻ്റെ മുതലും എൻ്റെ മക്കളെയൊക്കെ തന്നാൽ നബിനെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്നാഗ്രഹിക്കും ഒരു കൂട്ടർ. അവരാണ് എൻ്റെ ഇഖ്വാൻ എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. റസൂലുള്ളാഹിനെ കാണാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. തന്നെ അത് തന്നെ. വ്യക്തിക്ക് സ്വയം ഉണ്ടാവുക ഭയങ്കര നോക്കാൻ കഴിയുക. അവരാരും പേടിപ്പിച്ചാൽ അവർക്ക് ഫർദുൻ ഫി ജലാലത്തിഹി എന്നില്ലേ ഒരു അങ്ങനെ വരില്ല ബുർദയിൽ, ഫർദുൻ ഫി ജലാലത്തിഹി എന്നുള്ളൊരു വരില്ലേ. അതായത് ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റക്ക് ഫി അസ്കരിൻ യൽഖാഹു വഫി ഹശമി അങ്ങനെ വരില്ലേ. അതായത് ഒറ്റക്ക് നബിയെ കണ്ടാൽ പോലും സൈന്യത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന സേനാനായകനെ പോലെ തോന്നും. ഒരു പേടിയുണ്ടാവില്ല. ഒരാൾ ഒറ്റക്കിന് ഒരു സൈന്യത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന 10,000-കണക്കിന് സൈന്യത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന സേനാനായകൻ്റെ ഭാവമാണ് ഒറ്റക്ക് നിൽക്കുമ്പോൾ പോലും നബിക്ക് പേടിയനല്ല. 100 ആൾ 1000 ആൾ കൊല്ലാൻ വന്നാൽ നബിക്ക് പേടിയില്ല. അങ്ങനെ വരുന്നുണ്ട് വൃത്തിയിൽ. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഫർദുൻ ഫി മിൻ ജലാലത്തിഹി, അവിടുത്തെ ജലാലത്ത് കൊണ്ട് നബി പിന്നെന്താണ് പറഞ്ഞത്? ഫി അസ്കരിൻ, സൈന്യത്തിൻ്റെ നടുവിലായതുപോലെയാണ്. തെൽക്കാവു, നബി സൈന്യത്തിൻ്റെ നടുവിൽ കണ്ടുമുട്ട് പോലെ തോന്നും. നബി ഒറ്റക്കാണ്.
ഫി ഹഷമി ഒറ്റക്ക് മനസ്സിലായി, സൈന്യത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ നബി ആരെ പോലെയാണ്? സൈന്യത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന പോലെയാണ്, ഒരു പ്രശ്നമില്ല. അതാണ് ആ വ്യക്തിനെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയൂല. അള്ളാഹുവിൻ്റെ തൗഫീഖ്. അതാണ് ഈ ലോകത്തെ ഏറ്റവും ഹൈബത്തുള്ള ആൾ ഹബീബ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര അങ്ങനത്തെ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന മുഖം. അങ്ങനെ അതാണ് പറഞ്ഞത്. فقد كان خير الخلق فخما مفخما وذو هيبة والمشي فيه تقلع أبرق بدا نحو المرابيع يلمع فابن امرأ إذ يلمع البرق يدمع لمحتا بوخن ويكهجتا صبابة ورقراق دم من ساعة الحي تعجع تذكر أيام الصبا وهي قد مضت ولم يبق إلا لوعة وتوجع سقى الله أرضا بالمدينة إنها مع الطور حال في خرقية يرقع ديار حبيب الله وهو أمينه ديار بها تلف المرافيق أجمع ديار لمن هام الفؤاد بحبه وتذكاره للقلب مرعى ومرتع ديار لأعلى الخلق خلقا وخلقة ديار لمن في الخلق يؤتي ويمنع وأكرامهم نفسا وسهرا ونسبة وعلما وآدابا وأتقى وأخشع فقد كان خير الخلق فخما مفخما وذو هيبة والمشي فيه تقلع. പഠിച്ചോനെ ഇതൊന്ന് വിശദീകരിക്കാൻ വേണ്ടി എനിക്ക് തോന്നിയ ഒരു സമയം. അൽഹംദുലില്ലാഹ് അല്ലാഹ് ലക്കൽ ഹംദ് ലക്കൽ ഹംദ് ലക്കൽ ഹംദ്. നഷ്ടമായിരുന്നു ഇത് വിശദീകരിച്ചില്ലെങ്കിൽ. നഷ്ടമായിരുന്നു കേട്ടോ പഠിച്ചോനെ. ഇത് വിശദീകരിച്ചില്ലെങ്കിൽ നഷ്ടമായിരുന്നു. ഇതുപോലെ ജനങ്ങൾക്ക് ഈമാൻ ഉണ്ടാക്കി കൊടുക്കുന്ന വേറെ സാധനമല്ല. ഭയങ്കര അതിന് എന്ത് നിങ്ങളിത് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും വീട്ടിൽ കൊണ്ടുപോകണം. ഒരു കമ്മിറ്റി നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ഇതൊക്കെ നടത്തിക്കൊണ്ടുവന്നൊരു കമ്മിറ്റിയാണ്. അവർക്ക് 1000 രൂപ ആദ്യം കൊടുക്കുക. ഒരു കിതാബ് വാങ്ങിക്കൊണ്ടുപോകുക. കിതാബിൻ്റെ വിലയല്ല, കമ്മിറ്റിക്ക് ഒരു ആദ്യം കൊടുക്കുക 1000 രൂപ. അത് വീട്ടിൽ കൊണ്ടുപോയി ചെല്ലുക. വീട്ടിൽ കൊണ്ടുപോയി ചെല്ലുക. അങ്ങനെ ചെല്ലുക, വലിയ ഹൈറുണ്ടാവും. അവനെ വീട്ടിൽ കൊണ്ടുപോയി ചെല്ലുക. ഭാര്യയും ഭർത്താവും വീട്ടിൽ 2 വാങ്ങണേ, പിന്നെ വാങ്ങണേ. ഓരോ കിതാബിന് 500 കൊടുത്താൽ മതി. ആദ്യത്തെ പ്രതിക്ക് മാത്രം 1000, പിന്നെ 500 കൊടുത്താൽ മതി. എത്രയും വീട്ടിൽ 4 ആളുണ്ട്. 4 ആൾക്ക് വേണ്ടി 4 ആൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒരു 2000-2500 രൂപ വാക്ക് 4 കിതാബ് വാങ്ങിക്കൊണ്ടുപോകാം. രാത്രിയൊക്കെ ഒറ്റക്ക് അങ്ങനെ ഇരുന്നടിച്ചില്ല. പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂട്ടി നാട്ടപ്പാത്രക്ക് ഈ മതകളൊക്കെ തപസ്സിലാക്കി അള്ളാഹിനോട് ദുആ ചെയ്യും. രക്ഷപ്പെടുത്തണം, എൻ്റെ ഭാര്യനെ രക്ഷപ്പെടുത്തണം, എൻ്റെ കുട്ടികളെ രക്ഷപ്പെടുത്തണം എന്ന് ചൊല്ലാം. ഇതുപോലെ ഖൽബ് നന്നാവുന്ന എന്താണെന്ന രീതിയിലൊക്കെ എന്താപ്പെന്നൊക്കെ നമ്മൾ പഠിച്ച പാഠങ്ങൾ. ഈ വിവരമില്ലാത്ത എന്നെപ്പോലത്തെ ആൾ പറഞ്ഞിട്ട് ഇതിൻ്റെ അവസ്ഥ എത്രയാണ്? അപ്പോൾ ഒരു വിവരമുള്ള മനുഷ്യൻ വിശദീകരിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും എൻ്റെ അർത്ഥം? അള്ളാഹുവേ പഠിച്ചവനെ, അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഭയങ്കര ഈ കിതാബ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. ബുർദയിൽ 160 വരിക, ഇതിൽ 3300 ചില്ലാനും വരിക. ഇതുപോലത്തെ ഒരു വരി ബുർദയിലില്ല. അങ്ങനത്തെ വരികളാണ് ഇതിലുള്ളത്. അതും ചില ഏരിയകളിലൊക്കെ രഹസ്യങ്ങൾ, ഭയങ്കര രഹസ്യമുള്ളതുണ്ട്. ഭയങ്കര വലിയ വലിയ രഹസ്യങ്ങൾ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ റസൂൽ മുസ്തഫ, അള്ളാഹുവിൻ്റെ ഹബീബിന് മുത്ത് മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വൽപ്പത്തരം അതങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ പിന്നെ നമ്മൾ ബേജാറാണ്ട. നമ്മളെ കൽബിലേക്ക് തന്നെ നേനെ പറഞ്ഞു. അങ്ങനെ ഒന്നാവും. അപ്പോൾ നമ്മൾ എത്തേണ്ടടുത്ത് എത്തും. എവിടെ എത്തുക? എത്തേണ്ടത് നമ്മളെത്തും. സ്വയം നന്നാവില്ല. ഫലൻ തജിദ ലഹു വലിയ മുർഷിദ. അവനെ അള്ളാഹു വഴികേടിലാക്കുകയാണെങ്കിൽ അവനെ നന്നാക്കാൻ പറ്റിയ ഒരാളെ കിട്ടൂല. അപ്പം നന്നാക്കാൻ പറ്റിയ ആൾ വേണമെന്നായിരുന്നു. ഒരാളെ അള്ളാഹു നന്നാക്കാൻ കരുതിയിട്ടില്ലെങ്കിൽ അവനെ നല്ല ഒരാളെ കിട്ടൂല. അപ്പോൾ ഒരാളെ നന്നാക്കാൻ അള്ള കരുതിയിട്ടുണ്ടെങ്കിൽ അവൻ എന്തുണ്ടാവും? ഒരാളെ കിട്ടും. ഒരാൾ ഉറപ്പല്ലേ? കിട്ടുമല്ലോ. സ്വഹാബത്തിന് നബിയെ കിട്ടിയില്ലേ? താബിയങ്ങൾക്ക് സ്വഹാബത്തിനെ കിട്ടിയില്ലേ? നമുക്ക് ആളെ കിട്ടും. ഈ ലോകം അവസാനിക്കുന്ന ഒരാളുണ്ടോ? അവർക്ക് ഇയാൾ എത്തും. എത്തന്നെ ചെയ്യും. 2 ദിർഹമിന് വേണ്ടി തെണ്ടി വന്ന ആൾ പിന്നെ ലോകം കണ്ട സ്വഹാബിയായി മാറിയിട്ടില്ലേ? മദീനയിലേക്ക് 2 ദിർഹമിന് വേണ്ടി തെണ്ടി വന്നതാ, പിന്നെ വലിയ സ്വഹാബിയായി. അങ്ങനെയൊക്കെ കാരണം പല കാരണം പലതും
പലതും. അള്ളാഹ് ഏതെങ്കിലും ഒരു കാരണമായിട്ട് കാരണം നമ്മൾ ഉണ്ടാക്കണ്ട, കാരണം നമ്മൾ ഉണ്ടാക്കണ്ട, കാരണം അള്ളാഹ് ഉണ്ടാക്കും. കൊണ്ടോട്ടിന്ന് നമ്മൾ മുസ്ലിം കളിക്കും ശരിയല്ല. ഓക്കെ, ഒരാളുണ്ട് ഇങ്ങനെ ഉച്ചക്ക് ഇങ്ങനെ ടവലും മിന്നിയും കൊണ്ടുത്തിരിക്കണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. നിങ്ങൾ എവിടുന്ന് വരുന്നത്? നിങ്ങളാരാ? ഞാൻ ആളാ. എവിടുന്ന് വരുന്നത്? ഞാനെ കൊണ്ടോട്ടി. നിങ്ങളെ വീട് എവിടെ? മുസ്ലിം ഈ കൊണ്ടോട്ടി എന്തിനാ പോയത്? മകനെ പറ്റിയൊരു പെണ്ണുണ്ടെന്ന് അന്വേഷിച്ച് പോയതാണ്. ചെന്ന് നോക്കുമ്പോൾ അത് പറ്റില്ല, ശരിയാവില്ല. അപ്പം മൂപ്പര് പറഞ്ഞു, ഇന്ത്യക്കാക്കൊരു കുട്ടിയുണ്ട്, അതിനൊന്ന് വന്ന് നോക്കിന്നാൽ. ചെന്ന് നോക്കുമ്പോൾ 1-ാം നമ്പർ കുട്ടി, ദീനുള്ള കുട്ടി. 2 മാസം കൊണ്ട് കല്യാണം എല്ലാം കഴിഞ്ഞു, ഗൾഫ് കൊണ്ട് ഒക്കെ ഉഷാറായി. എൻ്റെ കൂടെ സംഭവിച്ച് സബബ് ഉണ്ടാക്കേണ്ടവനാരാ? അല്ലാഹു. ആ ബസ് കയറാൻ എനിക്ക് തോന്നി. അപ്പോൾ മറ്റേ ആൾ ബാക്കിലുള്ള ആൾ പറഞ്ഞു, നമുക്ക് അടുത്ത ബസ്സിന് പോകടാ, ഒരു ചായ പിടിച്ചിട്ട്. ചായ പിടിച്ചാക്കാൻ പോലെ ഒന്ന് ഞാൻ പോവുക. ആ ബസ് കയറിയപ്പോൾ വേറെ മിന്നെ കുത്തിരിക്കുന്നുണ്ട്. ഇപ്പം എന്തേ അസ്സലാമു അലൈക്കും. കണ്ടപ്പോൾ ഒരു തിരക്കടില്ലാത്ത നിസ്കരിക്കുന്ന ആളെന്ന് തോന്നി. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. നിങ്ങളെവിടുന്ന ഞാൻ കൊണ്ടുപോയി. അപ്പോൾ ഒരു സബബ. ഈ സബബ് ഉണ്ടാക്കേണ്ടത് ആരാ? അല്ലാഹു. ഒരാളെടുത്ത് എത്തിപ്പെടും. ഇത് അള്ളാഹിൻ്റെ റസൂലിനെ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ റസൂലിന് ഇപ്പോഴത്തെ ഒരു പ്രതിനിധി ഉണ്ടാവും, അയാളെടുത്ത് എത്തിപ്പെടും. ആരെ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ പ്രേമിച്ചവർ പത്രത്തിൽ എഴുതിയ പോലെ നബിയെ പ്രേമിക്കാനുള്ള കാരണങ്ങൾ അതിങ്ങനെ പത്രത്തിൽ എങ്ങനെ അച്ചടിച്ചോ. ഓഫ്സെറ്റ് പ്രസ് നല്ല മാതൃഭൂമിയിലും മനോരമയിലൊക്കെ ചെയ്തി. അപ്പോൾ അതിലൊക്കെ അങ്ങനെ നബിനെ പറ്റിയുള്ള പ്രശംസ ഇങ്ങനെ അച്ചടിച്ചു. അപ്പോൾ അത് വായിച്ച് എല്ലാവർക്കും അന്തപ്പെട്ടു. വല്ലാത്ത ലേഖനമാണ് കാസിമിൻ്റെ ലേഖനം. ലേഖനം നന്നാകൊണ്ട് ചെന്നൂല. ചെന്നാകണമെങ്കിൽ ആളെടുത്തെത്തണം. അതാരെത്തിക്കണം? അന്നെത്തിക്കണം. ചിലർ നന്നാകണം എന്ന് അള്ള തീരുമാനിക്കില്ല, എത്തേണ്ട അടുത്ത് എത്തൂല. ഫലൻ തജിദ ലഹു വലിയ മുർഷിദ. അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ പെടുത്തട്ടെ. അള്ളാഹു സാലിഹ്യങ്ങൾ പെടുത്തട്ടെ. മാമീൻ പറ, ഓർക്കാമീൻ പറ. നന്നാക്കി തരട്ടെ. അള്ളാഹു നന്നാക്കി തരട്ടെ. എല്ലാം ചിന്തിക്കണം. അള്ളാഹു തആല നന്നാക്കിയോ നന്നാവും. അള്ളാഹു നന്നാക്കിയ ആളുകളുണ്ട്, അവരടുത്ത് എത്തിപ്പെടണം. അതുവരെ അല്ലെങ്കിൽ നമ്മൾ ഗീബത്തും നമീമത്തും പറഞ്ഞ് അങ്ങനെ നടക്കും. നന്നായാൽ നന്നാവും. എത്തേണ്ട അടുത്ത് എത്തിയാൽ നന്നാവും. അതിന് ആദ്യം റസൂലുള്ള ഖൽബിൽ കയറണം, പിന്നെ ബാക്കി ആളെത്തിച്ചേണ്ട റസൂലുള്ളാഹിന്റെ ഉത്തരവാദിത്തമാണ്. കൊടുക്കലും തടയലും ഈ വ്യക്തിയാണ്. ആര്? മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിനെ പ്രേമിക്കണം. അള്ളാഹു നന്നാക്കി തരട്ടെ. നാളെ അള്ളാഹ് പ്രഭാഷണമാണ്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ്. എല്ലാവരും അതൊക്കെ പങ്കെടുക്കുകയും കേൾക്കുകയും ചെയ്യണം. അതിൽ വലിയ ഖൈറുണ്ടാകും. നാളെ അള്ളാഹ് പ്രഭാഷണമാണ്, കേൾക്കണം. 2ാമത്തെ 10മായി ബന്ധപ്പെട്ടതാണ് നാളത്തെ വിഷയം. അള്ളാഹ് പ്രഭാഷണം എല്ലാവരും കേൾക്കണം. വളരെ നമ്മൾ 1ാം പ്രഭാഷണം, 1ാമത്തെ ഞാൻ റഹ്മത്തിനെ പറ്റി പറഞ്ഞിരുന്നു. 2ാം പ്രഭാഷണം അടുത്ത ആഴ്ച 2ാം പ്രഭാഷണം. അപ്പോൾ എന്താണ് 2ാമത്തെ 10 എന്ന് മനസ്സിലാക്കണം. ഈ പ്രഭാഷണം കേൾക്കണം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അറിഞ്ഞു കയറിയാലേ നമ്മളെ ഖൽബുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഉപകാരം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഹജ്ജിന് മുമ്പ് ക്ലാസ് കേൾക്കണം. ഹജ്ജിന് ക്ലാസ് കേൾക്കണം. എന്തിനാണ്? ഹജ്ജിന് അവിടെ ചെന്നാൽ പോരാ. അവിടെ ചെന്ന മാതിരി പോകുന്നിട്ട് എന്താ കാര്യം? അവിടെ ഉള്ളതൊക്കെ വൃത്തി ചെയ്യണമെങ്കിൽ അറിയണം. 1ാമത്തെ 10 മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു റഹ്മത്ത് എന്താണ്. 2ാമത്തെ 10മായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് നാളെ ക്ലാസ്. ഇൻഷാ അല്ലാഹ് കേൾക്കണം. എല്ലാവരും കേൾക്കണം, മനസ്സിലാക്കണം. നിങ്ങൾ കേട്ടത് തന്നെയായിരിക്കും, പക്ഷേ ഒരു അവസരത്തിൽ കേൾക്കുമ്പോൾ ഉപകരിക്കും. റബ്ബന ഖുർആൻ എല്ലാവരും സഹായിക്കുകയും വേണം. കുട്ടികളെ ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഒരു കുട്ടിയുടെ ഏറ്റെടുക്കാൻ 1 വർഷത്തിന് 50,000 രൂപയാണ്. ഭാഗികമായി ഏറ്റെടുക്കാൻ ഏത് സാധാരണക്കാരൻ ഏറ്റെടുക്കാൻ 15,000 രൂപ ഒരു കൊല്ലം കൊണ്ട് തന്നു തീർത്താൽ മതി. അല്ലാത്ത ആൾക്കും ഖുർആനെ സഹായിക്കണം. എല്ലാവരും ഖുർആനെ സഹായിക്കണം. ഇത് വലിയ ഇൽമിൻ്റെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനമാണ്. ഇതിന് വേറെ ഒരു ലക്ഷ്യം, സുന്നത്ത് ജമാഅത്തല്ലാത്തൊരു ലക്ഷ്യവും ഇവിടെ ഇല്ല. ഞാനിവിടുത്തെ ഹാദിമായി ജീവിക്കുന്ന കാലത്തോളം സുന്നത്ത് ജമാഅത്തല്ലാത്ത ഒരു ലക്ഷ്യവും ഈ സ്ഥാപനത്തിലുണ്ടാവില്ല. ربنا بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا وحبيبنا محمد اللهم
أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءنا أعداءك أعداء الدين وعلي كلمتك إلى يوم الدين. اللهم شتت شملهم وفرق جمعهم وفل حدهم وأقلل عددهم واجعل الدائرة عليهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين واجعلنا من ورثة جنة النعيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും പുറത്തു കൊടുക്കണമേ റബ്ബേ. ഫിർദൗസിൽ അഅലയിലാക്കി കൊടുക്കണം റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്ക് റഹ്മത്ത് ചെയ്യണമേ റബ്ബേ. ഭാര്യ സന്താനങ്ങളെ നല്ലവരാക്കണമേ റബ്ബേ. ഞങ്ങളെല്ലാവരും നല്ലവരാക്കണം. എല്ലാ ഖൈറായ കുട്ടികളും എത്തിക്കണമേ റബ്ബേ. ആരൊക്കെ ഞങ്ങളെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ, ആരൊക്കെ ഞങ്ങൾ നന്നാകണം ആഗ്രഹിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടോ, ആരൊക്കെ ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നിട്ടുണ്ടോ, ഏതൊക്കെ നല്ലവർ ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നിട്ടുണ്ട്, അവർക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണമേ റബ്ബേ. അവരുടെ എല്ലാവരുടെയും ദർജ ഉയർത്തി കൊടുക്കണമേ റബ്ബേ. ആർ ഖുർആൻ സഹായിക്കുന്നവർ, അതിലേക്ക് ദാനം ചെയ്യുന്നവർ, അതുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണമേ റബ്ബേ. ദുനിയാവ് ആഖിറവും രക്ഷപ്പെടുത്തി റമളാൻ ഒരു ഖൈറിന്റെ റമളാനാക്കി തരണമേ റബ്ബേ. ربنا توفنا مسلمين والحقنا بالصالحين آمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.